Hi, hello all, welcome to my YouTube channel. മൊഡ്യൂൾ 2 ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി ആണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം ഫോണറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്പോക്കൺ അല്ലെങ്കിൽ റിട്ടൺ ഫോംസ് ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നതാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് നമ്മൾ നേരത്തെ നോക്കി. അതായത് ലാംഗ്വേജിനെ കുറിച്ച് സയൻറ്റിഫിക് ആയിട്ട് പഠിക്കുന്നതാണ് ലിംഗ്വിസ്റ്റിക്സ്. അപ്പോൾ ഈ ഫോണറ്റിക്സ് എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റിക്സിൻ്റെ ബ്രാഞ്ചാണ് ഫോണറ്റിക്സ്. അതായത് സ്പോക്കൺ ഫോം ഓഫ് ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് സ്പീച്ച് സൗണ്ടിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്, അതാണ് ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്. കാരണം ലെറ്റേഴ്സ് സൗണ്ടുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു കറസ്പോണ്ടൻസും ഇല്ല. അതായത് ലെറ്റേഴ്സ് ഡസ് നോട്ട് കറസ്പോണ്ട് വിത്ത് ദി സൗണ്ട്സ്. ഓക്കെ, ഇപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിനകത്ത് നമുക്ക് വി ഡു നോട്ട് ഹാവ് എനി ലെറ്റേഴ്സ് ആസ് മെനി ആസ് വി ഹാവ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് സ്പീച്ച്. ഓക്കെ, അതുകൊണ്ട് 26 ആൽഫബറ്റ്സ് ആണ് നമുക്ക് ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ളത്. പക്ഷേ നമുക്ക് സ്പീച്ച് സൗണ്ട്സ് എത്രയാണുള്ളത്? 44 സ്പീച്ച് സൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പോൾ പ്രൊനൗൺസിയേഷൻ ഡിഫറൻ്റ് ആക്കും നമ്മൾ ഓരോ വേർഡ് വരുമ്പോഴും. ഫോർ എക്സാമ്പിൾ ലൈക്ക് നൈഫ് എന്നുള്ള വേർഡ് നമ്മളവിടെ കെ ആണ് ആദ്യം വരുന്നതെങ്കിൽ നമ്മൾ കെ പ്രൊനൗൺസ് ചെയ്യത്തില്ല, അല്ലേ? നൈഫ്, അതായത് നാ വെച്ചിട്ടാണ് നമ്മളവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്. ന്യൂ ആണ് അവിടെ വരുന്നത്. ഷാമ്പെയിൻ എന്നുള്ള വേർഡ്, കേണൽ എന്നുള്ള വേർഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെല്ലിങ്ങും തമ്മിലും പ്രൊനൗൺസിയേഷനും തമ്മിലും ഡിഫറൻസ് ഉണ്ട്. അതാണ് പറഞ്ഞത്, ലെറ്റേഴ്സും സൗണ്ട്സുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു കറസ്പോണ്ടൻസും ഇല്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അൺഫോണറ്റിക് ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് എ ഫോണറ്റിക് ലാംഗ്വേജ്. ഇനി ടൈപ്സ് ഓഫ് ഫോണറ്റിക്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 3 ടൈപ്സ് ഓഫ് ഫോണറ്റിക്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് ആണ്. ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ നമ്മൾ ഒരുപാട് സ്പീച്ച് സൗണ്ട്സ് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? സ്പീച്ച് ഓർഗൻസിലൂടെ. അതിനെയാണ് നമ്മൾ ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് സ്പീച്ച് ഓർഗൻസ്. അതായത് നമ്മളിപ്പോൾ ഓരോ സൗണ്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഓർഗൻസ് ആണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അതിനെയാണ് ആർട്ടിക്കുലേറ്ററി സ്പീച്ച് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുന്നത്. ആർട്ടിക്കുലേറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത്? ഹൗ എയർ ഫ്രം ദ ലങ്സ് വിൽ ഗോ ഔട്ട് ആൻഡ് ഹൗ ഇറ്റ് ഇസ് റെഗുലേറ്റഡ് അലോങ് ദി വോക്കൽ ട്രാക്ട്. ലങ്സിൽ നിന്നുള്ള എയർ എങ്ങനെ പുറത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പുറത്തെടുക്കുന്നു, അകത്തോട്ട് കയറ്റുന്നു, എങ്ങനെയാണ് അത് വെച്ചിട്ട് നമ്മൾ ആ ലങ്സിൻ്റെ എയർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തത് അക്കൗസ്റ്റിക് ഫോണറ്റിക്സ് ആണ്. അതായത് എങ്ങനെയാണ് സൗണ്ട് ഒരു സ്പീക്കറിൽ നിന്ന് ലിസണറിലോട്ട് എങ്ങനെയാണ് സൗണ്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് അക്കൗസ്റ്റിക് ഫോണറ്റിക്സ്, അല്ലെങ്കിൽ എക്സാമിനേഷനാണ് അക്കൗസ്റ്റിക് ഫോണറ്റിക്സ്. അതായത് സ്പീച്ച് സൗണ്ട്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നതാണ്. അതിൻ്റെ ഫ്രീക്വൻസി എന്താണ്, അതൊക്കെ നോക്കുന്നതാണ് അക്കൗസ്റ്റിക്. ഓഡിറ്ററി ഫോണറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? സ്പീച്ച് സൗണ്ട്സിനെ എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നു, എങ്ങനെ നമ്മൾ അതിനെ മനസ്സിലാക്കിയെടുക്കുന്നു, അതായത് പെർസീവ് ചെയ്ത് എടുക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീച്ച് മെക്കാനിസംസ് ആണ്. ഓക്കെ, അതായത് എങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, എയർ സ്ട്രീം മെക്കാനിസം. ഇപ്പോൾ എയർ സ്ട്രീം മെക്കാനിസം വഴിയാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എയർ സ്ട്രീം മെക്കാനിസം എന്ന് വെച്ചാൽ എയർ എങ്ങനെയാണ് സ്പീച്ച് ഓർഗൻസിലൂടെ പാസ് ചെയ്യുന്നത്. പിന്നെ എയർ സ്ട്രീം മെക്കാനിസം എന്ന് വെച്ചാൽ ഈ എയർ സ്ട്രീം മെക്കാനിസമാണ് എയറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു എയർ സ്ട്രീമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് വേറൊരു വാക്ക് പറയാമെന്ന് വെച്ചാൽ ലങ്സ്, നമ്മുടെ ചെസ്റ്റിൻ്റെ മസിൽസ്, വിൻഡ് പൈപ്പ്, ഇവരിത്രയും പേരാണ് നമ്മുടെ റെസ്പിറേറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ ഇവരിത്രയും പേരാണ് നമ്മുടെ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 3 എയർ സ്ട്രീം മെക്കാനിസംസ് ആണ് ഉള്ളത് നമുക്ക്. ഫസ്റ്റ് വൺ പൾമോണിക് എയർ സ്ട്രീം, സെക്കൻഡ് വൺ ഗ്ലോട്ടാലിക്, തേർഡ് വൺ വേലാറിക് എയർ സ്ട്രീം മെക്കാനിസം. പിന്നെ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം ആണ്. അതായത് ഇൻഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസവും അതുപോലെ തന്നെ എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ 2 എയർ സ്ട്രീം മെക്കാനിസംസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അതായത് ഇൻഗ്രസീവ് എയർ സ്ട്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്ന് വെച്ചാൽ എന്താണ്? എയറിനെ നമ്മൾ അകത്തോട്ട് വലിച്ചു കയറ്റുന്നു. എഗ്രസീവ് എന്ന് വെച്ചാൽ എയർ സ്ട്രീം നമ്മൾ എയറിനെ പുഷ് ചെയ്ത് വെളിയിലോട്ട് കളയുന്നു. ഈ 2 എയർ സ്ട്രീം മെക്കാനിസംസ് വെച്ചിട്ടാണ് നമ്മൾ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലങ്സും റെസ്പിറേറ്ററി മസിൽസും ഒക്കെ ഉണ്ട്. ആ ലങ്സും റെസ്പിറേറ്ററി മസിൽസിനെയാണ് നമ്മൾ പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ലങ്സും റെസ്പിറേറ്ററി മസിൽസ് വഴി നമ്മൾ എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു എയർ സ്ട്രീം മെക്കാനിസത്തിനെയാണ് പൾമോണിക് എയർ സ്ട്രീം മെക്കാനിസം എന്നുള്ള ഫസ്റ്റ് ടൈപ്പ് ഓഫ് എയർ സ്ട്രീം മെക്കാനിസം. ഓക്കെ, സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് ആണ് അതിൻ്റെ ഇനിഷ്യേറ്റർ. അതായത് ലങ്സ് പുറത്തോട്ട് തള്ളുന്നു, അതുപോലെ തന്നെ അകത്തോട്ട് വലിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. പിന്നെ
ഈ ലങ്സ് കോൺട്രാക്ട് ചെയ്യുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതും അനുസരിച്ചാണ് നമ്മുടെ എയർ സ്ട്രീം പ്രൊഡ്യൂസ്ഡ് ആകുന്നത്. ഇനി ഇംഗ്ലീഷിലുള്ളതും ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള എല്ലാ സൗണ്ട്സ് എന്ന് പറയുന്നത് പൾമോണിക് എഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസമാണ്. അതായത് നമ്മൾ പുറത്തോട്ട് വിടുന്ന എയർ വെച്ചിട്ടാണ് പ്രൊഡ്യൂസ്ഡ് ആവുന്നത്. ഇംഗ്ലീഷിലും ഇന്ത്യൻ ലാംഗ്വേജസിലുള്ള സൗണ്ട്സ് എന്ന് പറയുന്നത്. സിന്ധി ലാംഗ്വേജിലുള്ളത് മാത്രമാണ് ഇൻഗ്രസീവ് എയർ സ്ട്രീം മെക്കാനിസം വെച്ച് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസമാണ്. അപ്പോൾ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാരിങ്സിൻ്റെ തൊണ്ടയുടെ ഫാരിങ്സിൻ്റെ അവിടെയുള്ള എയർ വെച്ചിട്ടാണ് നമ്മൾ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അതുകൊണ്ട് നമ്മൾ ഫാരിങ്സിൻ്റെ ഇത് വെച്ചിട്ടായതുകൊണ്ട് ഫാരിംഗൽ എയർ സ്ട്രീം മെക്കാനിസം എന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ വോക്കൽ കോഡ്സിൻ്റെ ഇടയിലുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗ്ലോട്ടസ് എന്ന് പറയുന്നത്. ആ ഗ്ലോട്ടസ് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പീച്ച് സൗണ്ട്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ആഫ്രിക്കൻ ലാംഗ്വേജസിനും പിന്നെ ഈ സിന്ധി പോലെയുള്ള ലാംഗ്വേജസ് ഒക്കെ ഗ്ലോട്ടാലിക് എയർ സ്ട്രീം മെക്കാനിസവും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ എയർ സ്ട്രീം മെക്കാനിസം ദാറ്റ് യൂസസ് ദ ബാക്ക് ഓഫ് ദി ടങ് ഇനിഷ്യേറ്റർ ആയിട്ട് വരുന്നതാണ് വേലാറിക് എയർ സ്ട്രീം മെക്കാനിസം അല്ലെങ്കിൽ ഓറൽ എയർ സ്ട്രീം മെക്കാനിസം. അതായത് നമ്മുടെ ബാക്ക് ഓഫ് ദ ടങ് എങ്ങനെയാണ് സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റർ ആയിട്ട് നിൽക്കുന്നത്, അതാണ് വേലാറിക് എയർ സ്ട്രീം അല്ലെങ്കിൽ ഓറൽ എയർ സ്ട്രീം മെക്കാനിസം എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് മൗത്തിൻ്റെ സഹായത്തോടു കൂടി. അപ്പോൾ അത് കുറച്ച് സെവറൽ ആഫ്രിക്കൻ ലാംഗ്വേജസ് എന്ന് പറയുന്നത് വേലാറിക്കാണ്. പിന്നെ ഓർഗൻസ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണ്? ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓർഗൻസ് ഓഫ് സ്പീച്ച് ഉണ്ട് നമ്മുടെ ഈ സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഏതൊക്കെയാണ്? ലങ്സ് ഉണ്ട്, വോക്കൽ കോഡ്സ് ഉണ്ട്, ടങ് ഉണ്ട്, ടീത്ത് ഉണ്ട്, ലിപ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് പ്രധാനികൾ. അപ്പോൾ പിന്നെ അവരുടെ ഫംഗ്ഷൻ, ഇപ്പോൾ ഇതിന് ഇത്രയും പേരെയാണ് നമ്മൾ ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. സ്പീച്ച് സൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻസ്, അതാണ് ഓർഗൻസ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ആൻഡ് അവരുടെ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്കതിനെ റെസ്പിറേറ്ററി സിസ്റ്റം എന്നും ഫോണേറ്ററി സിസ്റ്റം എന്നും ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്നും നമുക്കതിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ആരായിരിക്കും? ലങ്സും ചെസ്റ്റിൻ്റെ മസിൽസും വിൻഡ് പൈപ്പും. ഇവർ ഇത്രയും പേരാണ് സ്പീച്ച് സൗണ്ട്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലങ്സ് ആണ് എനർജി സപ്ലൈ ചെയ്യുന്നത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോണേറ്ററി സിസ്റ്റമാണ്. ഫോണേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ലാരിങ്സ് ആയിരിക്കും നിൽക്കുന്നത്. അതായത് വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലാരിങ്സിൻ്റെ ജോലി. ലാരിങ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിൻഡ് പൈപ്പിൻ്റെ തൊട്ട് മുകളിലുള്ള മസ്കുലാർ സ്ട്രക്ചറാണ് ലാരിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വോക്കൽ കോഡ്സിനെ നമ്മൾ ഹൊറിസോണ്ടലി ലാരിങ്സിൻ്റെ അകത്താണ് പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നത്. വോക്കൽ കോഡ്സിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് ആണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോയിസ്ലെസ് സൗണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്ലോട്ടിസ് വൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എയർ എന്ത് ചെയ്യും? വിൻഡ് പൈപ്പിലൂടെ നല്ല രീതിയിൽ പുറത്തോട്ട് ഫ്രീ ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, അപ്പം വോക്കൽ കോഡ്സിൽ ചെറിയൊരു വൈബ്രേഷൻ കാണും. ആൻഡ് അതിനെയാണ് നമ്മൾ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിനെയാണ് നമ്മൾ വോയിസ്ലെസ് സൗണ്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തേന്ന് പറയുന്നത് എന്താണ്? വെൻ ബ്രീത്തിങ് ടേക്സ് പ്ലേസ് ഗ്ലോട്ടിസ് ഓപ്പൺ ആയിട്ട് റിമെയിൻ ചെയ്യും. ആൻഡ് വിച്ച് കോസസ് ദീസ് സൗണ്ട്സ് ടു ബി കോൾഡ് ബ്രീത്ത് സൗണ്ട്സ് എന്ന് പറയും. അതായത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വോയിസ്ലെസ് സൗണ്ട് എന്നും പറയും, അതിനെ നമ്മൾ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്നും പറയുകയും ചെയ്യും. അതായത് ചെറിയൊരു വൈബ്രേഷൻ കാണും, ഗ്ലോട്ടിസ് ഓപ്പൺ ആയിട്ട് തന്നെ നിൽക്കും. അതായത് നമ്മുടെ വോക്കൽ കോഡ്സ് രണ്ടും ഓപ്പൺ ആയിട്ട് നിൽക്കും. അപ്പോൾ ആ സ്പേസ് ഓപ്പൺ ആയിട്ട് കാണുമല്ലോ, അപ്പോൾ അതിലെ കൂടെ എയർ ഫ്രീ ആയിട്ട് പാസ് ചെയ്യും വിൻഡ് പൈപ്പിലൂടെ. അപ്പോൾ അതിനെയാണ്, അങ്ങനെ പറയുന്ന സൗണ്ടുകളെയാണ് നമ്മൾ ബ്രീത്ത്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. അത് ഫോർ എക്സാമ്പിൾ പ് സൗണ്ട്, ട് സൗണ്ട്, ക് സൗണ്ട്, ഫ് സൗണ്ട്, സ് സൗണ്ട്, ഇതൊക്കെയാണ് വോയിസ്ലെസ് സൗണ്ട്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇനി ഗ്ലോട്ടിസ് ക്ലോസ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വോയിസ്ഡ് സൗണ്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് വോയിസ്ഡ് സൗണ്ട്സിൻ്റെ സമയത്ത് വോക്കൽ കോഡ്സ് രണ്ടും ഒരുമിച്ചായിരിക്കും. ആ ഒരു പ്രഷർ ഓഫ് എയർ എന്നുണ്ടല്ലോ, ലങ്സിൽ നിന്ന് എയർ വരുമ്പോൾ ഭയങ്കര പ്രഷർ ആയിരിക്കുമല്ലോ, ആ പ്രഷർ കാരണം വോക്കൽ കോഡ്സ് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നെ വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ബ് എന്നുള്ള സൗണ്ട്, ഡ് എന്നുള്ള സൗണ്ട്, അതൊക്കെയാണ് വോയിസ്ഡ് സൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കുലേറ്ററി സിസ്റ്റമാണ്. ആർട്ടിക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പം അതിനകത്ത് ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സും ഉണ്ട്, പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സും ഉണ്ട്. അപ്പം ആർട്ടിക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്ന ആരൊക്കെയാണ്? മൗത്തിൻ്റെ റൂഫ്, പിന്നെ അതായത് നമ്മുടെ മോണഭാഗം, ടങ്, ലിപ്സ്, ടീത്ത്, ഇവരൊക്കെയാണ് ആക്റ്റീവ് അല്ലെങ്കിൽ പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. റൂഫ് ഓഫ് ദ മൗത്ത് എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണുള്ളത്? ഉവ്യൂള എന്നുള്ളൊരു ഭാഗമുണ്ട്, ഹാർഡ് പാലറ്റ് ഉണ്ട്, സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, ടീത്ത് റിഡ്ജ് ഉണ്ട്. ഈ ടീത്ത് റിഡ്ജിനെ നമുക്ക് ആൽവിയോളാർ റിഡ്ജ് അഥവാ ആൽവിയോളം എന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് നമ്മുടെ മോണയിലെ കോൺവെക്സ് ആയിട്ടുള്ള ബോണി പോർഷൻ, അതിനെയാണ് നമ്മൾ, അതായത് നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിൻ്റെ അവിടെയുള്ള കോൺവെക്സ് പോർഷനെയാണ് നമ്മൾ, അതായത് അപ്പർ ഫ്രണ്ട് ടീത്തിൻ്റെ തൊട്ട് ബിഹൈൻഡിലുള്ള ആ ഭാഗത്തിനെയാണ് നമ്മൾ ടീത്ത് റിഡ്ജ് എന്ന് പറയുന്നത്. റൂഫ് ഓഫ് ദ മൗത്ത് വരുമ്പോഴത്തേക്കും എന്താണ്? നമ്മുടെ മോണഭാഗം കറക്റ്റ് മോണ വരുമ്പോഴത്തേക്കും എന്താണ്?
മോണ എന്നല്ല പറയുന്നത് റൂഫ് ഓഫ് ദ മൗത്ത് എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ എന്താ പറയുന്നത്, കോൺകേവ് ഷേപ്പിലാണ്. അത് വളരെ ഹാർഡാണ്, വളരെ ബോണിയാണ്. ടീത്ത് റിഡ്ജിൻ്റെ പുറകിലാണ് നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത് ഉള്ളത്. പിന്നെ അപ്പോൾ ആ ഒരു റൂഫ് ഓഫ് ദ മൗത്ത് ഉള്ളത്, ആ റൂഫ് ഓഫ് ദ മൗത്തിനെ വിളിക്കുന്ന പേരെന്താണ്, ഹാർഡ് പാലറ്റ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പിന്നീട് ഹാർഡ് പാലറ്റിൻ്റെയും ബാക്കിലായിട്ട് നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്ത് കുറച്ച് സോഫ്റ്റ് ആൻഡ് ഫ്ലഷി ആയി മാറും. അതിനെയാണ് നമ്മൾ സോഫ്റ്റ് പാലറ്റ് എന്ന് വിളിക്കുന്നത്. അതിന് വേറൊരു പേരുണ്ട്, വേലം. ഓക്കെ. പിന്നെ വ്യൂള എന്നുള്ളൊരു ഫ്ലഷി സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ വാ തുറക്കുമ്പോൾ ഏറ്റവും അറ്റത്ത് ഒരു ഫ്ലഷി സ്ട്രക്ചർ ഉണ്ട്. അതാണ് ഇച്ചിരി ഒന്ന് ഹാങ് ചെയ്ത് കിടക്കുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്, വ്യൂള എന്ന് പറയുന്നത്, നമ്മുടെ മൗത്ത് തീരുന്നിടത്ത്. പിന്നെ ഇനി ഓറൽ സൗണ്ട് എന്താണ്, നേസൽ സൗണ്ട് എന്താണ്. അപ്പം ഈ നേസൽ പാസേജ്, അതായത് നമ്മുടെ മൂക്കിൻ്റെ പാസേജ് അടയുമ്പോൾ നമ്മുടെ മൗത്തിൽ കൂടെ മാത്രമേ എയർ റിലീസ്ഡ് ആവത്തുള്ളൂ. അതിനെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകളെയാണ് ഓറൽ സൗണ്ടുകളെന്ന് വിളിക്കുന്നത്. നേസൽ സൗണ്ട് എന്ന് വെച്ചാൽ എയർ നോസിൻ്റെ ആ ഒരു നേസൽ പാസേജിലൂടെ മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. അതാണ് നേസൽ സൗണ്ട്സ്. പിന്നെ നേസലൈസ്ഡ് സൗണ്ട്സ് എന്നുണ്ട്. അതായത് എയർ നോസിലൂടെ മൗത്തിലൂടെ എസ്കേപ്പ് ആവുന്ന, അങ്ങനെ പ്രൊഡ്യൂസ്ഡ് ആവുന്ന സൗണ്ടുകളാണ് നേസലൈസ്ഡ് സൗണ്ട്സ്. ഇനി ടങ്ങും ലിപ്സുമാണ് നമ്മൾ ആക്റ്റീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപ്പർ ടീത്തും ലോവർ ടീത്തുമാണ് നമ്മുടെ പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം സ്പീച്ച് ഓർഗൻസ് ഏതൊക്കെയാണ്, ലിപ്സ് ഉണ്ട്, ടീത്ത് ഉണ്ട്, നമ്മുടെ ആൽവിയോളാർ റിഡ്ജ് ഉണ്ട്, ഹാർഡ് പാലറ്റ് ഉണ്ട്, സോഫ്റ്റ് പാലറ്റ് ഉണ്ട്, വിവ്യൂളയുണ്ട്, ഫാരിങ്സ് ഉണ്ട്, ഗ്ലോട്ടിസ് ഉണ്ട്. ഗ്ലോട്ടിസ് എന്ന് വെച്ചാൽ വോക്കൽ ഫോഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്. പിന്നെ ലാരിങ്സിനെയാണ് നമ്മൾ ആഡംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നത്. ടിപ്പ് ഓഫ് ദ ടങ് ഉണ്ട്. പിന്നെ നമ്മുടെ ടങ്ങിൻ്റെ തന്നെ ബ്ലേഡ് ഉണ്ട്. ഫ്രണ്ട് ഓഫ് ദ ടങ് ഉണ്ട്, ബാക്ക് ഓഫ് ദ ടങ് ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്പീച്ച് സൗണ്ട്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ്. നമുക്ക് 44 സ്പീച്ച് സൗണ്ട്സ് ആണുള്ളത്. അതിനകത്ത് നമ്മൾ അതിനെ വവൽസും കോൺസണൻസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. വവൽസ് 20 എണ്ണമാണുള്ളത്. ഈ 20 വവൽസിൽ നമ്മൾ 12 പ്യുവർ വവൽസും 8 ഡിഫ്തോങ്സുമാണ് ഉള്ളത്. പിന്നെ 24 കോൺസണൻസ് ഉണ്ട്. അതിൽ 9 എണ്ണം വോയിസ്ലെസ്സും 15 എണ്ണം വോയിസ്ഡും കോൺസണൻസ് ആണ്. ഓക്കെ, ആ കണക്കൊന്ന് പഠിച്ചു വെക്കുക. വവൽസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഈ എയറിലൂടെ, അതായത് മൗത്തിലൂടെ എയർ പാസ് ചെയ്ത് പോവും, യാതൊരു വിധത്തിലുള്ള തടസ്സവും കാണത്തില്ല. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകളാണ് വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ മൗത്തിലൂടെ എയർ സ്ട്രീം നല്ല സ്മൂത്ത് ആയിട്ട് പാസ് ചെയ്ത് പോവും. അപ്പോൾ ഒരു ഫ്രിക്ഷനും കാണത്തില്ല, എയർ ഫ്രീ ആയിട്ട് എസ്കേപ്പ് ആവും. അതിനെയാണ് നമ്മൾ വവൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കാണും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ. അതായത് മൗത്തിലൂടെ എയർ ക്വിക്കായിട്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കൈൻഡ് ഓഫ് ഒബ്സ്റ്റക്കിൾ കാണും. അതിനെയാണ് നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ എത്ര ഫോണീംസ് ആണുള്ളത്, 44 സ്പീച്ച് സൗണ്ട്സ് അല്ലെങ്കിൽ 44 ഫോണീംസ് ഉണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൾമോണിക് എയർ സ്ട്രീം വെച്ചിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പീച്ച് സൗണ്ട്സ്. പിന്നെ വോയിസ്ഡ് സൗണ്ട്സും വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വോക്കൽ കോഡ്സിൻ്റെ വൈബ്രേഷനും പൊസിഷനും അനുസരിച്ച് ആണ് നമ്മൾ വോയിസ്ഡ് സൗണ്ട്സ്, വോക്കൽ കോഡ്സ്, വോയിസ്ലെസ് സൗണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 2 പ്രാക്ടിക്കൽ മെത്തേഡ്സ് ആണുള്ളത് നമ്മുടെ സൗണ്ട് വോയിസ്ഡ് ആണോ വോയിസ്ലെസ് ആണോ എന്ന് അറിയാൻ വേണ്ടി. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ആഡംസ് ആപ്പിളിൻ്റെ അവിടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സൗണ്ട് വോയിസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈബ്രേഷൻ അറിയാൻ പറ്റും നമ്മുടെ ഫിംഗറിൽ. ഓക്കെ, വൈബ്രേഷൻ ഇല്ലെങ്കിൽ അത് വോയിസ്ലെസ് സൗണ്ടാണ്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയേഴ്സ് ക്ലോസ് ചെയ്തിട്ട്, നമ്മുടെ ഫിംഗർ ടിപ്സ് വെച്ച് ഇയേഴ്സ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു ബസ്സിങ് സൗണ്ട് കേൾക്കുവാണെങ്കിൽ അത് വോയിസ്ഡ് സൗണ്ടാണ്, ബസ്സിങ് സൗണ്ട് ഇല്ലെങ്കിൽ അത് വോയിസ്ലെസ് സൗണ്ട്സ് ആണ്. ഇത് 2 ട്രിപ്സ് ആണ് ഉള്ളത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാർഡിനൽ വവൽസ് ആണ്. കാർഡിനൽ വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറെ ലാംഗ്വേജസിലുള്ള വവൽസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് കാർഡിനൽ വവൽസ്. അതിനെ നമ്മൾ ഫിക്സഡ് വവൽ പോയിന്റുകൾ അല്ലെങ്കിൽ ഫിക്സഡ് റെഫറൻസ് പോയിന്റുകളായിട്ടാണ് നമ്മൾ കാർഡിനൽ വവൽസിനെ നോക്കുന്നത്. കാർഡിനൽ വവൽസ് 8 എണ്ണമാണ് ഉള്ളത്. ഡാനിയൽ ജോൺസിൻ്റെ പ്രൊനൗൺസിയേഷൻ ഡിക്ഷണറിക്കകത്ത് 8 കാർഡിനൽ വവൽസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് ടങ്ങിൻ്റെ ഹൈറ്റും ടങ്ങിൻ്റെ ഏത് ഭാഗമാണ് ഉയരുകയും താഴുകയും ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കാർഡിനൽ വവൽസിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, പൊസിഷൻ ഓഫ് ദ ടങ്ങും റൂഫിൻ്റെ എത്ര വരെ, മൗത്തിൻ്റെ റൂഫിൻ്റെ എവിടെ വരെ ടങ് ഉയരുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ ലിപ്സിൻ്റെ ഷേപ്പ് അനുസരിച്ചും നമ്മൾ കാർഡിനൽ വവൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം ടങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ആണോ, ബാക്ക് ആണോ, ഹൈ ആണോ, ലോ ആണോ, ആൻഡ് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പൊസിഷൻ ഓഫ് ദ ടങ് എവിടെ വരെ ഉയരുന്നു. അപ്പം കാർഡിനൽ വവൽസ് 8 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ് വരുന്നത്, ടങ്ങിൻ്റെ ഹൈറ്റ്, അതായത് പാർട്ട് ഓഫ് ദ ടങ് ഫ്രണ്ട് ആണെങ്കിൽ ടങ്ങിൻ്റെ ഹൈറ്റ് ക്ലോസ്. അപ്പം അത് ലിപ്സിൻ്റെ ഇതെന്ന് പറയുമ്പോൾ എന്തായിട്ട് വരും, അൺറൗണ്ടഡ് ആയിട്ട് വരും. അങ്ങനെ ഹാഫ് ക്ലോസ് ഉണ്ട്, ഹാഫ് ഓപ്പൺ ഉണ്ട്,
പിന്നെ ഹാഫ് ഓപ്പൺ ഉണ്ട്, പിന്നെന്താണ് ക്ലോസ് ഉണ്ട്. അപ്പം ഇത് ഓരോന്ന് ടങ്ങിൻ്റെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെയാണോ ഉയരുന്നതും താഴുന്നതും അതിനനുസരിച്ച് നമ്മുടെ ലിപ്സ് എങ്ങനെയാണോ റൗണ്ട് ആവുന്നതും അൺറൗണ്ട് ആവുന്നതും അതൊക്കെ വെച്ചിട്ടാണ് ടങ്ങിൻ്റെ ഫ്രണ്ടാണോ ബാക്കാണോ ഉയരുന്നതും താഴുന്നതും അതിനെയൊക്കെ വെച്ചിട്ടാണ് കാർഡൽ വവൽസിനെ നമ്മൾ ചെയ്തേക്കുന്നത്. 8 എണ്ണമാണ് ഉള്ളത്. അതിൻ്റെ ആ ഒരു ഡയഗ്രാം പേജ് നമ്പർ 38 കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാൻ ശ്രമിക്കുക. ഒരു ഡയഗ്രാം ഉണ്ട്, ഒരു ട്രപ്പീസിയം പോലൊരു മോഡൽ വെച്ചിട്ടൊരു ഡയഗ്രാം ഉണ്ട്, അത് പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ കാർഡൽ വവൽസ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയഗ്രാം കൂടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് മാർക്സ് നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. പ്യുവർ വവൽസും ഡിഫ്തോങ്സും സെമി വവൽസും എന്തൊക്കെയാണ്? വവൽസ് എന്ന് പറയുന്ന ലോങ് വവൽസ് ആണ്, ഷോർട്ട് വവൽസ് ഉണ്ട്. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇ എന്നുള്ള വാക്ക്, ഇ എന്നുള്ള വവൽ അതൊരു ഷോർട്ട് വവലാണ്. ഈ എന്ന് പറഞ്ഞ് നമ്മൾ ദീർഘിപ്പിക്കുമ്പോൾ അത് ലോങ് വവലായി മാറുന്നു. അപ്പോൾ വവൽസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഒരു സിലബലിൻ്റെ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പോൾ വവൽസ് എന്ന് പറയുന്നത് എന്താണ്? സോഫ്റ്റ് ആണ്, വോയിസ്ഡ് ആണ്, മ്യൂസിക്കലാണ്. ഇനി പ്യുവർ വവൽസ് അല്ലെങ്കിൽ മോണോഫ്തോങ്സ് എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ വവൽസിനെയാണ് പ്യുവർ വവൽസ് എന്ന് വിളിക്കുന്നത്. അവർക്കൊരു ഫിക്സഡ് പ്ലേസ് കാണും. ഇനി ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ എന്താ? 2 വവൽസിൻ്റെ കോമ്പിനേഷനാണ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത്. അതായത് ഇയ, എയ്, ഉയ്യ, ഇതൊക്കെ എന്താണ്? ഡിഫ്തോങ്സുകളാണ്. അത് 2 പ്യുവർ വവൽസും കൂടി ചേരുമ്പോഴാണ് ഡിഫ്തോങ്സ് വരുന്നത്. നിങ്ങൾ ഡിഫ്തോങ്സ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം ഒരു വവലും കാണും, രണ്ടാമതൊരു വവലും കാണും. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് ഡിഫ്തോങ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ട്രിഫ്തോങ്സ് ഉണ്ട്. ട്രിഫ്തോങ്സ് എന്ന് വെച്ചാൽ കോമ്പിനേഷൻ ഓഫ് 3 വവൽസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഡിഫ്തോങ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു വവലിൽ നിന്ന് മറ്റൊരു വവലിലോട്ട് നമ്മുടെ ടങ് സ്ലൈഡ് ചെയ്ത് മാറുന്നതിനെയാണ് നമ്മൾ ഡിഫ്തോങ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ പ്യുവർ വവൽസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മോണോഫ്തോങ്സ് എന്ന് പറയുന്നത് 12 എണ്ണമാണ് ഉള്ളത്. പേജ് നമ്പർ 39 അത് കൊടുത്തിട്ടുണ്ട്. ഡിഫ്തോങ്സ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ വവൽ ഗ്ലൈഡ്സ് എന്നും പറയുന്നുണ്ട്. കാരണം ഡിഫ്തോങ്സ് പറയുമ്പോൾ ടങ് ഒരു വവലിൽ നിന്ന് മറ്റൊരു വവലിലോട്ട് ട്രാവൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. 8 ഡിഫ്തോങ്സ് ആണ് ഉള്ളത്. പേജ് നമ്പർ 39 കൊടുത്തിട്ടുണ്ട്. സെമി വവൽസ് എന്ന് പറയുന്നത് എന്താണ്? കോൺസണൻസ് ആണ്, പക്ഷേ അവർ വവൽസുമായിട്ട് കമ്പൈൻ ചെയ്ത് പറയുന്ന പോലെ ഇരിക്കും സെമി വവൽസ് എന്ന് പറയുന്നത്. ഫോണറ്റിക്കലി അവർ വവൽസിനെ പോലെയാണ്, പക്ഷെ ഫോണോളജിക്കലി നമ്മൾ നോക്കുമ്പോൾ അവർ കൺസണൻസിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് കോൺസണൻസിന്റെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അവർക്ക് ഉള്ളത്. പിന്നെ ഓപ്പൺ അപ്രോക്സിമെന്റ്സ് എന്താണ്? ക്ലോസ്ഡ് അപ്രോക്സിമെന്റ്സ് എന്താണ്? അപ്പോൾ സെമി വവൽസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ സെമി വവൽസ് കൺസണൻസ് ആയിട്ട് എന്തുകൊണ്ടാണ് അപ്പിയർ ചെയ്യുന്നത്? ബിക്കോസ് ഒരു സം സോർട്ട് ഓഫ് ബ്ലോക്കേജ് ഉണ്ട്, ഒരു ഹിൻട്രൻസ് ഉണ്ട് നമ്മുടെ മൗത്തിൽ ഈ സെമി വവൽ സൗണ്ട്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് അവരെ സെമി വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സെമി വവൽ ആയിട്ടുള്ള യു എന്നുള്ള സൗണ്ട്, നമ്മുടെ ജെ പോലെ എഴുതുന്നത് യു, അതിനെ നമുക്ക് ഫൊണീംസ് ആയിട്ടുള്ള ഇയും വെച്ചിട്ടും എന്നുള്ള സൗണ്ട് വെച്ചിട്ട് നമുക്ക് യു എന്നുള്ള സൗണ്ടിനെ പറയാം. അപ്പം അവിടെ അതുപോലെ തന്നെ സൗണ്ട് ആയിട്ടുള്ള വ് എന്നുള്ള സൗണ്ട്, അതായത് ഡബ്ല്യു എന്നുള്ള സൗണ്ട് വരുമ്പോൾ വ്, അപ്പോൾ അതെന്ന് പറയുമ്പം വും വരാം വും വരാം അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ 2 സൗണ്ടുകളോട് ചേർന്നിട്ട് അപ്രോക്സിമെന്റ്സ് എന്നാണ് ഇവരെ നമ്മൾ പറയുന്നത്. ഈ സെമി വവൽസിനെ നമ്മൾ അപ്രോക്സിമെന്റ്സ് എന്നും പറയാനുണ്ട്. കാരണം വോക്കൽ കോഡ്സിന്റെ അവിടെ ഒരു ചെറിയ കൈൻഡ് ഓഫ് അപ്രോക്സിമേഷൻ അവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെമി വവൽസിനെ നമ്മൾ ഓപ്പൺ അപ്രോക്സിമെന്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് റ് എന്നുള്ള സൗണ്ട്, അതൊരു സെമി വവലാണ്. ആൻഡ് ഇതിനെ നമ്മൾ ട്രിൽ അല്ലെങ്കിൽ റോൾ സൗണ്ട് എന്ന് വിളിക്കാറുണ്ട്. അതായത് നമ്മൾ റ് എന്നുള്ള സൗണ്ട് പറയുമ്പോൾ നമ്മുടെ നാക്ക് കുറേ തവണ ട്രില്ല് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള അതിനെയാണ് നമ്മൾ റ് സൗണ്ടിനെയാണ് നമ്മൾ ട്രിൽ അല്ലെങ്കിൽ റോൾ സൗണ്ട് എന്ന് വിളിക്കുന്നത്. പിന്നെ ഫോർ എക്സാമ്പിൾ റെഡ് എന്നുള്ള വാക്ക്, അതിനകത്ത് നമുക്കൊരു ട്രിൽ സൗണ്ട് ഉണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ വെരി എന്നുള്ള വാക്കിനകത്ത് വെരി, അതിനകത്ത് നമുക്ക് ട്രിൽ സൗണ്ട് ഇല്ല. അതിന് പകരം നമ്മൾ എന്താ സൗണ്ട് എന്ന് അതിനെ പറയുന്ന ടാപ്പ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, റ് സൗണ്ട് വരുവാണെങ്കിൽ അത് ട്രില്ലെന്നും, വെരി എന്നുള്ളതിനകത്ത് റ് എന്നുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു പോകുന്നതിനെ അതിനെ ടാപ്പ് സൗണ്ട് എന്നുമാണ് വിളിക്കുന്നത്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് വവൽസിനെ 3 ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡിങ് ഓൺ ദി പാർട്ട് ഓഫ് ദ ടങ് ദാറ്റ് ഈസ് റേസ്ഡ്, അതായത് ഏത് ഭാഗമാണോ ടങ്ങിൻ്റെ റേസ് ചെയ്തത് അത് വെച്ചിട്ട് എത്രമാത്രം ഹൈറ്റിൽ ടങ് റേസ്ഡ് ആയി, ലിപ്സിന്റെ പൊസിഷൻ എന്താണ്, ഇതിനെ വെച്ചിട്ട് നമുക്ക് വവൽസിനെ ഈ 3 ക്രൈറ്റീരിയസ് വെച്ച് നമുക്ക് വവൽസിനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ഇനി ടങ്ങിന്റെ ഏത് ഭാഗമാണോ ഉയർന്നത് അത് വെച്ചിട്ടുള്ളത് നോക്കിക്കോ. ഫ്രണ്ട് വവൽസ്, ബാക്ക് വവൽസ്, സെൻട്രൽ വവൽസ്. ഫ്രണ്ട് വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടങ്ങിന്റെ ഫ്രണ്ട് ഉയർന്ന് ഹാർട്ട് പാലറ്റിന്റെ അടുത്തോട്ട് പോകും. അതാണ് ഫ്രണ്ട് വവൽസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാക്കിന്റെ മുൻവശം ഉയർന്ന് ഹാർട്ട് പാലറ്റിന്റെ അവിടെ വന്ന് ടച്ച് ചെയ്യും. ബാക്ക് വവൽസ് എന്ന് വെച്ചാൽ ടങ്ങിന്റെ ബാക്ക് പോർഷൻ ഉയർന്ന് സോഫ്റ്റ് പാലറ്റിന്റെ അവിടെ ടച്ച് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സൗണ്ടുകളാണ് ബാക്ക് വവൽസ് എന്ന് പറയുന്നത്. സെൻട്രൽ വവൽസ് എന്ന് വെച്ചാൽ എന്താ? ടങ്ങിന്റെ മിഡിൽ പോർഷൻ നമ്മുടെ നമ്മുടെ സോഫ്റ്റ് പാലറ്റും ഹാർഡ് പാലറ്റും കൂടി വന്ന് കൺവേർജ് ചെയ്യുന്ന ഭാഗത്ത് മീറ്റ് ചെയ്യും.
അതാണ് സെൻട്രൽ വവൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഹൈറ്റിനനുസരിച്ച് ടങ്ങിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം? ഹൈറ്റിനനുസരിച്ചാണെങ്കിൽ ക്ലോസ് വവൽസ്, ഓപ്പൺ വവൽസ്, മിഡ് വവൽസ്. ഈ ക്ലോസ് വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടങ് നമ്മുടെ റൂഫ് ഓഫ് ദ മൗത്തിൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് റേസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വവൽസ്. ഓക്കെ, പിന്നെ ഓപ്പൺ വവൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടങ് വളരെ ലോ ആയിട്ടായിരിക്കും നമ്മൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഓപ്പൺ വവൽസ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എന്ത് പറയും? മിഡ് വവൽസ് എന്നാണ് പറയുന്നത്. അതായത് ഹാഫ് ക്ലോസ് അല്ലെങ്കിൽ ഹാഫ് ഓപ്പൺ വവൽസിനെയാണ് നമ്മൾ മിഡ് വവൽസ് എന്ന് പറയുന്നത്. ഇനി ലിപ്സിന്റെ പൊസിഷൻ അനുസരിച്ച് എങ്ങനെ? സ്പ്രെഡ് വവൽസ് ഉണ്ട്, റൗണ്ട് വവൽസ് ഉണ്ട്, ന്യൂട്രൽ വവൽസ് ഉണ്ട്. ലിപ്സ് വളരെ സ്പ്രെഡ് ആയിട്ട് ന്യൂട്രൽ ആയിട്ട് വെക്കുക. സാധാരണ നമ്മുടെ ലിപ്സ് ഇരിക്കുന്ന കണക്ക് ഒരു ഡാഷ്, അതായത് ഒരു ന്യൂട്രൽ ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അൺറൗണ്ടഡ് അല്ലെങ്കിൽ സ്പ്രെഡ് വവൽസ് എന്ന് വിളിക്കുന്നു. ഇനി റൗണ്ട് വവൽസ് എന്ന് വെച്ചാൽ എന്താ? ആ വവൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിപ്സ് റൗണ്ടഡ് ആയിരിക്കും, അതായത് ഓ എന്നുള്ള സൗണ്ടൊക്കെ പറയുമ്പോൾ. ഇനി ബാക്കിയുള്ളതിനെയാണ് നമ്മൾ ന്യൂട്രൽ സൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫ്തോങ്സ് ആണ് ഉള്ളത്. ഡിഫ്തോങ്സിനെ നമുക്ക് ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്നും സെന്ററിംഗ് ഡിഫ്തോങ്സ് എന്നും പറഞ്ഞും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. ക്ലോസിംഗ് ഡിഫ്തോങ്സ് എന്ന് പറയുന്നത് എന്താണ്? ആർ ദോസ് ദാറ്റ് എൻഡ് ഇൻ എ ക്ലോസ്ഡ് വവൽ. ക്ലോസ്ഡ് വവൽ എൻഡ് ചെയ്യുന്ന ഡിഫ്തോങ്സിനെയാണ് ക്ലോസിംഗ് വവൽസ് എന്ന് പറയുന്നത്. 5 ക്ലോസിംഗ് ഡിഫ്തോങ്സ് ആണ് ഉള്ളത്. സെന്ററിംഗ് ഡിഫ്തോങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ വവൽ ആയിട്ടുള്ള ശ്വാ സൗണ്ടിന്റെ അവിടെ വന്ന് തീരുന്നതാണ് സെന്ററിംഗ് ഡിഫ്തോങ്സ് എന്ന് പറഞ്ഞത്. 3 എണ്ണമേ ഉള്ളൂ. പിന്നെ ഫോളിംഗ് ഡിഫ്തോങ്സും ഉണ്ട്, റൈസിംഗ് ഡിഫ്തോങ്സും ഉണ്ട്. ഇനി ഫോളിംഗ് ഡിഫ്തോങ് എന്ന് വെച്ചാൽ ഒരു ഡിഫ്തോങ് തുടങ്ങുമ്പോൾ അതിന്റെ ബിഗിനിങ്ങിൽ മോർ പ്രൊമിനന്റ് ആയിട്ട് ഒരു ഡിഫ്തോങ്, അതായത് മോർ പ്രൊമിനന്റ് ആയിട്ട് ഒരു വവൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോളിംഗ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. തിരിച്ചു പറയുന്നതിനെയാണ് നമ്മൾ റൈസിംഗ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. ബിഗിനിങ്ങിൽ നമ്മൾ ലെസ് പ്രൊമിനൻസും മോർ പ്രൊമിനൻസും നമ്മൾ എൻഡിൽ കൊടുക്കുമ്പോഴാണ് അതിനെ റൈസിംഗ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മോഡേൺ ഇംഗ്ലീഷിലെ എല്ലാം ഫോളിംഗ് ഡിഫ്തോങ്സ് എന്നാണ് പറയുന്നത്. ഇനി കൺസണൻസിനെ നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? അതെന്ന് പറയുന്നത് കോൺസണന്റ് സൗണ്ടിനെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാം? നമുക്ക് ഓർഗൻസിനെ വെച്ചിട്ട് എങ്ങനെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ വോക്കൽ കോഡ്സിന്റെ കണ്ടീഷൻ അനുസരിച്ച്. ഓക്കെ, അപ്പോൾ വോക്കൽ കോഡ്സിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് വോയിസ്ഡ് കോൺസണൻസും ഉണ്ട്, വോയിസ്ലെസ് കോൺസണൻസും ഉണ്ട്. അപ്പോൾ വോക്കൽ കോഡ്സ് രണ്ടിനെ ഒരുമിച്ചിരിക്കുവാണ്, അപ്പം എയറിന് നല്ലോണം പാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അത് വോയിസ്ഡ് കോൺസണന്റ് എന്നാണ് വിളിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ഗ്ലോട്ടിസ് അടഞ്ഞിരിക്കും. വോയിസ്ലെസ് കോൺസണൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? വോക്കൽ കോഡ്സിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് നല്ലപോലെ കാണും, അത് നല്ല വൈഡ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എയറിന് ഫ്രീ ആയിട്ട് പാസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് വോയിസ്ലെസ് അല്ലെങ്കിൽ ബ്രീത്ഡ് കൺസണന്റ് എന്ന് വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലോസീവ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്ലോസീവ്സ്. അപ്പോൾ പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സ്പീച്ച് ഓർഗൻസിനെ ഇതിനനുസരിച്ച് കോൺസണൻസിനെ നമുക്ക് 6 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ പ്ലോസീവ്സ് ആണ്. പ്ലോസീവ്സ് എന്ന് പറയുമ്പോൾ ആക്റ്റീവും പാസീവ് ആർട്ടിക്കുലേറ്റേഴ്സും ഒരുമിച്ച് വരും. എയർ പെട്ടെന്ന് സഡനായിട്ട് റിലീസാവും. അതാണ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്. പ്ലോസീവ്സിനെ നമ്മൾ സ്റ്റോപ്പ് എന്നാണ് വിളിക്കുന്നത്. ഇനി അടുത്തത് ആഫ്രിക്കേറ്റ്സ് എന്നാണ്. ആഫ്രിക്കേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യും, പക്ഷേ സ്ലോ ആയിട്ടൊരു റിലീസും കാണും. അതാണ് ആഫ്രിക്കേറ്റ്സ് എന്ന് പറയുന്നത്. 2 ആഫ്രിക്കേറ്റ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളൂ. അടുത്തത് ഫ്രിക്കറ്റീവ്സ്. ഫ്രിക്കറ്റീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസ് ഉണ്ടല്ലോ, അത് രണ്ടും ഒരുമിച്ച് എല്ലാ ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻസും കൂടെ ഒരുമിച്ച് വരും. അപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഫ്രിക്ഷൻ വരും. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഫ്രിക്കേറ്റീവ്സ്. അത് 9 എണ്ണമാണ് ഉള്ളത്. അതിനെ നമ്മൾ ക്ലോസ് അപ്രോക്സിമൻസ് എന്നും വിളിക്കാറുണ്ട്. നേസൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേസൽ സൗണ്ട്സ് എന്ന് വെച്ചാൽ നേസൽ പാസേജ് ഓപ്പൺ ആയിരിക്കും, അപ്പോൾ ഓറൽ പാസേജ് ബ്ലോക്ക് ആവും, വായടയും. അപ്പോൾ എയർ ഇതിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്? നേസൽ ക്യാവിറ്റി, അതായത് നമ്മുടെ മൂക്കിനകത്തൂടെ എയർ പുറത്തോട്ട് പോകും. അതാണ് നേസൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. ലാറ്ററൽ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ്ങിൻ്റെ 2 സൈഡിലൂടെ ആയിരിക്കും എയർ പാസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ല് എന്നുള്ള സൗണ്ടാണ്. ഓക്കെ, പിന്നെ സെമി വവൽസ് ഉണ്ട്. സെമി വവൽസ് എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഓപ്പൺ അപ്രോക്സിമൻസ് എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. എയർ പാസേജ് ഓപ്പൺ ആയിട്ട് കിടക്കും ഈ ഒരു വവൽസിൻ്റെ കാര്യത്തിൽ. പിന്നെ അടുത്തെന്ന് പറയുന്നത് എന്താണ്? തേർഡ്ലി കോൺസണൻസിനെ നമ്മൾ ആർട്ടിക്കുലേറ്റിംഗ് ഓർഗൻസിൻ്റെ ബേസ് ചെയ്ത് നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈലേബിയൽ, അതായത് 2 ലിപ്സിൻ്റെയും, ബൈലേബിയൽ എന്ന് വെച്ചാൽ എന്താ? 2 ലിപ്സിൻ്റെയും സഹായത്തോടു കൂടി കോൺസണൻസിനെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അതായത് അപ്പർ ലിപ്പും ലോവർ ലിപ്പും കൂടി ഒരുമിച്ച് കൊണ്ടുവരുന്നു. ലേബിയോ ഡെന്റൽ എന്ന് പറയുമ്പം ഒരു ലിപ്പും കാണും, ലോവർ ലിപ്പും കാണും, അത് അപ്പർ ടീത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ റേസ് ചെയ്യും. അതാണ് ലേബിയോ ഡെന്റൽ എന്ന് പറയുന്നത്. ഡെന്റൽ കോൺസണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടിപ്പ് ഓഫ് ദ ടങ് അതുപോലെ തന്നെ അപ്പർ ടീത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരും.
ആൽവിയോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ടിപ്പ് ഓഫ് ദ ടങ് അപ്പർ ടീത്ത് റിഡ്ജിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ. പോസ്റ്റ് ആൽവിയോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറയുന്നത്? ടങ് നമ്മുടെ ടീത്ത് റിഡ്ജിൻ്റെ തൊട്ട് പുറകിലുള്ള ഭാഗത്ത് കൊണ്ടുവരുന്നതിനെയാണ് പോസ്റ്റ് ആൽവിയോളാർ റിഡ്ജ് എന്ന് പറയുന്നത്. പിന്നെ പാലറ്റോ ആൽവിയോളാർ, ടങ് എന്ന് പറയുന്നത് ഹാർഡ് പാലറ്റും ടീത്ത് റിഡ്ജും തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്ത് ജോയിൻ ആവുന്നതിനെയാണ് പാലറ്റോ ആൽവിയോളാർ സൗണ്ടുകളെന്ന് പറയുന്നത്. പാലറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടങ്ങും ഹാർഡ് പാലറ്റും തമ്മിൽ മീറ്റ് ചെയ്യുന്നു, അതാണ് പാലറ്റൽ സൗണ്ട്സ് എന്ന് പറയുന്നത്. വേലാർ എന്ന് വെച്ചാൽ സോഫ്റ്റ് പാലറ്റിൻ്റെ അടുത്തോട്ട് ടങ്ങ് പോകുന്നു. പിന്നെ ഗ്ലോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വോക്കൽ കോഡ്സ് ആയിരിക്കും ഇതിനകത്ത് ആക്റ്റീവായിട്ട് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത് പേജ് നമ്പർ 49 എങ്ങനെയാണ് നമ്മൾ സഫിക്സസ് ആയിട്ടുള്ള എസും ഇഎസും പ്രൊനൗൺസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പ്ലൂറൽ ഓഫ് എ നൗൺ ഓർ ദി പൊസസീവ് കേസ് ഓഫ് എ നൗൺ ഓർ ദി തേർഡ് പേഴ്സൺ സിംഗുലർ മേക്കർ ഓഫ് എ വേർബ് ഈസ് പ്രൊനൗൺസ്ഡ് സ് സൗണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു വേർഡിൻ്റെ പ്ലൂറലിന് അത് ലാസ്റ്റ് എങ്ങനെയായിരിക്കും എൻഡ് ചെയ്യുന്നത്? മിക്കാറുള്ളത് എസ്സിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പൊസസീവ് കേസ് പറയുവാണ്, നമ്മൾ ഇൻഡേ എന്നൊക്കെ പറഞ്ഞ അപ്പോസ്ട്രഫി ഒക്കെ ഇട്ട് പറയുവാണ്, അവിടെയും എസ്സിലായിരിക്കും അത് എൻഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ എസ് ആണോ ഇ എസ് ആണോ എങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു വാക്കിന്റെ അവസാനം നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് കിടന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ സഫിക്സ് എന്നാണ് ആ വാക്കിനെ പറയുന്നത്. ആ എസ്സിനെ അല്ലെങ്കിൽ ഇ എസിനെ നമ്മൾ സഫിക്സ് എന്നാണ് പറയുന്നത്. ഇപ്പം ഒരു വാക്കിന്റെ അവസാനം അതൊരു കോൺസണന്റിലാണ് എൻഡ് ചെയ്യുന്നത്. അതായത് കോൺസണന്റ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ക്യാപ്സ് എന്നുള്ള വേർഡ്, അതിനകത്ത് എസ് എന്നാണ് കിടക്കുന്നത് അല്ലേ? ക്യാപ്സിനെ നമ്മൾ എസ് എന്ന് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ആൻഡ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്? ക്യാപ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് എസ് എന്ന് നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എസ്സിന് പകരം ചില സ്ഥലത്ത് നമ്മൾ ഇസഡ് ഒക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ ഇസഡിനെ ഇസഡ് ആയിട്ട് എഴുതേണ്ടതും എസ്സിനെ എസ് ആയിട്ട് തന്നെ ഇടേണ്ടതും അല്ലെങ്കിൽ ഐ ഇസഡ് അതായത് ഇസ് എന്നുള്ള സൗണ്ട് ആയിട്ട് ഇടേണ്ടത് എവിടെയൊക്കെയാണുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ എസ്സിനെ അല്ലെങ്കിൽ ഇ എസിനെ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ എസ് എന്ന് തന്നെ എങ്ങനെയാണ് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് എഴുതുന്നത്? ഇപ്പോൾ റൂട്ട് ഓഫ് ദ വേർഡ് ഒരു വോയിസ്ലെസ് കോൺസണന്റിൽ, അതായത് പിന്നെ ഈ ച് അല്ലെങ്കിൽ ഷ് ഇതിലൊക്കെയാണ് അതർ ദാൻ ഈ സൗണ്ടുകളിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എസ് എന്നുള്ള വാക്കിനെ എസ് എന്ന് തന്നെ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ക്യാപ്സ് എന്നുള്ള വാക്ക് എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ വേർഡിന്റെ റൂട്ട് എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? ഒരു വോയിസ്ലെസ് കോൺസണന്റിലാണ് എൻഡ് ചെയ്യുന്നത്, അതർ ദാൻ ച് അല്ലെങ്കിൽ ഷ്. അപ്പോൾ അവിടെ നമുക്ക് എസ് എന്നുള്ളതിനെ എസ് എന്ന് തന്നെ ഇടാൻ സാധിക്കും. ഇനി സഫിക്സ് എസ് അല്ലെങ്കിൽ ഇ എസ് ഇസഡ് എന്നെങ്ങനെയാണ് നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുന്നത്? ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? അതായത് ഇപ്പം റൂട്ട് എൻഡ് ചെയ്യുന്നത് ഒരു വോയിസ്ഡ് സൗണ്ടിലാണെങ്കിൽ അതിന് നമ്മൾ ഇസഡ് എന്ന് തന്നെ അങ്ങ് എഴുതും. പിന്നെ എസ് അല്ലെങ്കിൽ ഇ എസ് നമ്മൾ ഇസ് എന്നുള്ള സൗണ്ടിൽ എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പം റൂട്ട് എൻഡ് ചെയ്യുന്നത് സ് അല്ലെങ്കിൽ ച് അല്ലെങ്കിൽ ഷ് അല്ലെങ്കിൽ ജ് എന്നുള്ള സൗണ്ടിലൊക്കെയാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ് എന്നുള്ള ഇസ് എന്നുള്ള രീതിയിൽ എഴുതാൻ സാധിക്കും ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ. അതായത് ഒരു വാക്കിന്റെ അവസാനം നമ്മൾ CAPS, അപ്പോൾ ഈ ഒരു വാക്കിനെ നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ അവസാനം വരുന്ന എസ് എന്നുള്ള സൗണ്ടിനെ നമുക്ക് എസ് എന്നൊക്കെ ഏത് സിറ്റുവേഷനിൽ എഴുതാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ എസ് എന്ന് പകരം നമ്മൾ ഇസഡ് ആയിരിക്കും ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ എഴുതുന്നത്. ചിലപ്പോൾ നമ്മൾ അതിന് പകരം ഐ ഇസഡ് എന്നും എഴുതാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇങ്ങനെ മാറുന്നതെന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഓക്കെ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പേജ് നമ്പർ 51 ലിങ്കിങ് ആർ എന്നുള്ളതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ നമ്മൾ സ്പീച്ചിൽ പറയുമ്പോൾ എല്ലാ വേർഡ്സും നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് ചിലപ്പോൾ പറയണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസിനകത്താക്കി നമ്മളൊരു കുറേ വാക്കുകൾ ഒരുമിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വാക്കുകളുടെ ചില പോർഷൻസ് ഒന്നും നമ്മൾ ചിലപ്പോൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, അതിന് എക്സാമ്പിളാണ് ഇവിടെ ലിങ്കിങ് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ആർ എന്ന് പറയുന്നത്. വെൻ എ വേർഡ് എൻഡ്സ് വിത്ത് എ ലെറ്റർ ആർ ആൻഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് പ്രൊനൗൺസ്ഡ്, ഒറ്റയ്ക്കിട്ട് ഐസൊലേഷനിൽ ആ വേർഡ് ഇടുമ്പോൾ അതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ലെങ്കിൽ, ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് വേർഡ് ബിഗിൻസ് വിത്ത് എ വൗവൽ, അതിൻ്റെ ഇടയിൽ വലിയ പോസ് ഒന്നും ഇല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫൈനൽ ലെറ്റർ ആയിട്ടുള്ള ആറിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. അതിലാണ് ലിങ്കിങ് ആർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വേർഡ് ബട്ടർ എന്നുള്ള വേർഡ്, ആ വേർഡ് എൻഡ് ചെയ്യുന്നത് ആർ എന്നുള്ള ലെറ്ററിലാണ്. അപ്പം നെക്സ്റ്റ്, അപ്പോൾ അതിനെ നമ്മൾ ആർ എന്നുള്ള ലെറ്ററിലാണ് അത് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യത്തില്ല. കാരണം എന്താണ്? ആ വേർഡ് നമ്മൾ ഐസൊലേഷനിലിട്ട് ഒറ്റയ്ക്കിട്ട് നമ്മളത് പറയുമ്പോൾ ബട്ടർ എന്നേ നമ്മൾ പറയത്തുള്ളൂ അല്ലേ.
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ആറിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്തില്ല. പക്ഷേ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന ഏത് സിറ്റുവേഷനിലാണ്? അടുത്തൊരു വാക്കുണ്ട്, അതിൻ്റെ കൂടെ അതായത് ഈ ബട്ടർ എന്നുള്ള വാക്കിൻ്റെ തൊട്ടടുത്ത് വേറൊരു വേർഡുണ്ട്. ആ വേർഡ് തുടങ്ങുന്നത് ഒരു വൗവലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഫൈനൽ ലെറ്റർ ആറിനെ നമ്മൾ എന്ത് ചെയ്യും? പ്രൊനൗൺസ് ചെയ്യും. അങ്ങനെയാണ് ലിങ്കിങ് ആർ എന്ന് പറയുന്നത്. പ്രൊനൗൺസ് ചെയ്യുന്ന ആറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിങ്കിങ് ആർ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻട്രൂസീവ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ചില സ്പീച്ചിൽ ചില ആളുകൾ ആർ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് ആ സ്പെല്ലിങ്ങിനകത്ത് ആറ് കാണത്തില്ല, പക്ഷെ എന്നാലും നമുക്കത് കേൾക്കാൻ സാധിക്കും. അതായത് ഇപ്പം ഒരു വേർഡ് ഒരു വൗവലാണ് എൻഡ് ചെയ്യുന്നത്, നെക്സ്റ്റ് വേർഡ് ഇമ്മീഡിയറ്റ് ആയിട്ട് അനദർ വൗവറിലാണ് എൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആറ് സൗണ്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതാണ് ഇൻട്രൂസീവ് ആർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർഡ് എൻഡ് ചെയ്യുന്നത് ഒരു വൗവലാണ്, നെക്സ്റ്റ് വേർഡ് തുടങ്ങുന്നതും ഒരു വൗവലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു പോസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ആറെന്നുള്ള സൗണ്ട് അവിടെ പ്രൊനൗൺസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോർ ആൻഡ് ഓർഡർ എന്നുള്ള രീതിയിലായി മാറും. ഈ ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കരുത്, സ്പെല്ലിങ് നോക്കരുത്. നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ ലോ എന്ന് എങ്ങനെയാണ് എഴുതുന്നത്? ലു എന്നുള്ള സൗണ്ട് ഇട്ടിട്ട് ഓ എന്നാണ് എഴുതുന്നത്, അല്ലാതെ ഡബ്ല്യു വെച്ച് നോക്കി എഴുതരുത്. അതായത് ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ഇൻട്രൂസീവ് ആർന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വേർഡ് ഒരു വൗവലാണ് തുടങ്ങുന്നത്, എൻഡ് ചെയ്യുന്നത് വൗവലാണെങ്കിൽ, അതായത് ലോ എന്നുള്ള വാക്ക് എൻഡ് ചെയ്യുന്നത് ഓ എന്നുള്ള സൗണ്ടിലാണ്, അതൊരു വൗവലാണ്. നെക്സ്റ്റ് വേർഡാണ് ആൻഡ് എന്നുള്ളതും, ആ എന്നുള്ളതും അനദർ വൗവലാണ് അല്ലേ. അതിനിടയിൽ വലിയ പോസ് ഒന്നുമില്ല നമ്മൾ പറയുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് വൗവൽസ് അടുത്തടുത്ത് ഒരെണ്ണം അവസാനിക്കുന്നതും ഒരെണ്ണം തുടങ്ങുന്നതും വൗവൽസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ആറ് നമ്മൾ പ്രൊനൗൺസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടുന്ന ആറാണ് ഇൻട്രൂസീവ് ആർ എന്ന് നമ്മൾ പറയുന്നത്. ഇനി മോർഫോളജി എന്താണെന്ന് നോക്കുന്നത്. മോർഫ് എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് വേർഡ്, അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഷേപ്പ് എന്നാണ്. വേർഡ്സും അതിൻ്റെ ഷേപ്പും, അതാണ് മോർഫോളജി എന്ന് പറയുന്നത്. മോർഫീം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ലാംഗ്വേജിൻ്റെ സ്ട്രക്ചറിൽ ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ് മോർഫീം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാറ്റ്സ് എന്നുള്ള വാക്ക്, അതിനകത്ത് രണ്ട് യൂണിറ്റ്സ് ആണുള്ളത്, ക്യാറ്റും ഉണ്ട് എസ്സും ഉണ്ട് അല്ലേ. അപ്പം ഇവിടെ ക്യാറ്റ് എന്നുള്ളതിനെ ഫ്രീ മോർഫീം എന്നാണ് വിളിക്കുന്നത്. അത് എന്താണ്? ഫ്രീ ആയിട്ട് കിടക്കുന്ന വാക്കാണ്. പക്ഷേ ഇവിടെ എസ് എന്നുള്ള കിടക്കുന്ന അതിനെ നമ്മൾ ബൗണ്ട് മോർഫീം എന്നാണ് വിളിക്കുന്നത്. കാരണം ആ എസ് ക്യാറ്റ് എന്നുള്ള വാക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ മോർഫീമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വേർഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഫ്രീ മോർഫീം എന്താണ്, ബൗണ്ട് മോർഫീം എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ബോയ്സ് എന്നുള്ള വാക്ക്, ബോയിയെയും ആ വാക്കിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ബോയ് പ്ലസ് എസ്. ബോയ് എന്നുള്ളതാണ് ഫ്രീ മോർഫീം, അതിന് ഒറ്റയ്ക്ക് കിടക്കാൻ സാധിക്കുക വാക്കിന്. ആ എസ് എന്നുള്ള അല്ലെങ്കിൽ എസ് എന്നുള്ള വാക്ക് ബൗണ്ട് മോർഫീമാണ്, അതിന് ആ ബോയ് എന്നുള്ള വാക്കിൻ്റെ കൂടെ കിടന്നാലേ അതിന് മീനിങ് കിട്ടത്തുള്ളൂ. അതാണ് ബൗണ്ട് മോർഫീം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അലോമോർഫ് എന്ന് വെച്ചാൽ എന്താണ്? മോർഫീമിൻ്റെ ഒരു വേരിയൻ്റ് ആണ് അലോമോർഫ് എന്ന് പറയുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഡോഗ്സ് എന്നുള്ള ആ വാക്ക്, അപ്പോൾ ആ ഡോഗ്സ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ആ സീന് ഇസഡ് എന്ന് എഴുതാൻ നമുക്ക് ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ എസ് എന്നാക്കി എഴുതാം, അല്ലെങ്കിൽ ഐ ഇസഡ് എന്നും എഴുതാം ലാസ്റ്റ് വരുമ്പോൾ. അപ്പോൾ ആ 3 വേരിയേഷൻസ് വന്നില്ലേ ആ ഒരൊറ്റ ലെറ്ററിന്, അതായത് എസ്സിന്. അപ്പോൾ അതിനെയാണ് നമ്മൾ അലോമോർഫ് എന്ന് പറയുന്നത്. ആ മോർഫീമിന് വരുന്ന മാറ്റത്തിനെ അല്ലെങ്കിൽ വേരിയേഷനെയാണ് നമ്മൾ അലോമോർഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോർഫോളജി എന്ന് വെച്ചാൽ എന്താ? മോർഫീംസിൻ്റെ അല്ലെങ്കിൽ വേർഡ്സിൻ്റെ കോമ്പിനേഷനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഇനി ഫോണീം എന്താണ്? അലോഫോൺ എന്താണ്? ഫോണോളജി എന്താണ്? ഫോണീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിൻ്റെ ഏറ്റവും ചെറിയ സൗണ്ട് യൂണിറ്റ് ആണ് ഫോണീം എന്ന് പറയുന്നത്. മോസ്റ്റ് ബേസിക് അല്ലെങ്കിൽ സ്മോളസ്റ്റ് എലിമെൻറ്റ്, അതാണ് ഫോണീം എന്ന് പറയുന്നത്. മിനിമൽ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫോണീം എന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നതാണ്. ഫോൺ എന്ന് വെച്ചാൽ സൗണ്ട്, ഫോൺ എന്നുള്ള വാക്കിൽ നിന്ന് വന്നതാണ് സൗണ്ട് എന്നാണ് പറയുന്നത് ഫോണീമിന്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് മിനിമൽ പെയർ എന്ന് വെച്ചാൽ എന്താണ്? മിനിമൽ പെയർ എന്ന് വെച്ചാൽ 2 വേർഡ്സിൻ്റെ പെയർ, അത് ഒരു സൗണ്ട് സെഗ്മെൻറ്റിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻ്റ് ആയിട്ട് മാറുന്നത്. അതായത് ചിലപ്പോൾ ഇനിഷ്യൽ സൗണ്ട് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ അവസാനിക്കുന്ന സൗണ്ട് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ വൗവൽസസ് വേറെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ സീറ്റ് എന്നുള്ള വാക്ക്, നീറ്റ് എന്നുള്ള വാക്ക്, ഏത് സീറ്റും നീറ്റും പ്രൊനൗൺസ് ചെയ്യുമ്പം ആ ഈറ്റ് എന്നുള്ള ഭാഗം മാത്രമാണ് ഒരുപോലെ ഇരിക്കുന്നത്. സീം നീയും എന്നുള്ളത് ഡിഫറൻ്റ് ആണ്. അതാണ് മിനിമൽ പെയർ എന്ന് പറയുന്നത്. 2 വേർഡ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാകുന്നത്. അലോഫോൺ എന്ന് പറയുമ്പോൾ എന്താണ്? ഫോണീമിൽ ഉണ്ടാകുന്ന വേരിയേഷനെയാണ് നമ്മൾ അലോഫോൺ എന്ന് പറയുന്നത്. അതായത് ഒരു മീനിങ് ചേഞ്ച് ഉണ്ടാവത്തില്ല. ഫോർ എക്സാമ്പിൾ ഫില്ലും ഫുള്ളും,
ഫില്ലും ഫുള്ളെന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ആ ല് എന്നുള്ള അലോഫോൺസിൽ വന്ന 2 വേരിയേഷൻസ് ആണ് അല്ലേ. ഇല്ലും ഉല്ലും അങ്ങനല്ലേ വരുന്നത്, ഫില്ലും ഫുള്ളും. പിന്നെ കീപ്പും കുക്കും. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് നമ്മൾ കീപ്പിന് എഴുതിയാലും കീപ്പെന്ന് എഴുതുമ്പോൾ നമ്മൾ കെ സൗണ്ടാണ് യൂസ് ചെയ്യുന്നത്, കുക്കിന് നമ്മൾ കെ ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ വേരിയേഷൻസ് ഉണ്ട് ഫോണീമിനകത്ത് അല്ലേ. അതായത് ഒരെണ്ണം എന്ന് പറയുമ്പോൾ കീ എന്ന് പറയുന്നത് നമ്മൾ, ഒരെണ്ണം എന്ന് പറയുമ്പോൾ കൂ സൗണ്ടാണ് വരുന്നത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഫൊണോളജി. ഫൊണോളജി എന്ന് വെച്ചാൽ ലാംഗ്വേജിൻ്റെ സൗണ്ടിൻ്റെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെലക്ഷനെയാണ് നമ്മൾ ഫൊണോളജി എന്ന് പറയുന്നത്. മോർഫോ ഫൊണീം എന്ന് വെച്ചാൽ മോർഫീംസിനെ കുറിച്ചും ഫൊണീംസിനെ കുറിച്ചും നമ്മൾ ഒരുമിച്ചിട്ട് പഠിക്കുന്നതിനെയാണ് മോർഫോ ഫൊണീം എന്ന് പറയുന്നത്. കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, പേജ് നമ്പർ 54 സെക്കൻഡ് പാരഗ്രാഫിൽ കിടക്കുന്നത്. അപ്പോൾ അതായത് കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വാക്ക് കിന്നെന്നുള്ള വാക്കും പിന്നെന്നുള്ള വാക്കും, ഈ കിന്നിനകത്ത് കിടക്കുന്ന കെയെ നമ്മൾ പി ആക്കി മാറ്റുവാണ്. അതായത് കിന്നപ്പം പിന്നായി മാറും. അപ്പോൾ ഡിഫറെൻറ്റ് വേർഡ്സ് ആയിട്ട് മാറി, ഡിഫറെൻറ്റ് മീനിങ്ങുമായിട്ട് മാറി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അല്ലേ. അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പം മീനിങ്ങിന് ചേഞ്ച് ഉണ്ടാവത്തില്ല. അതിനെയാണ് കോംപ്ലിമെൻ്ററി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്തത് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ എന്താണ്. അപ്പോൾ ലിംഗ്വിസ്റ്റിക്സിനകത്ത് ഒരു സർട്ടൻ ഫിനോമിനൻ ഉണ്ട്. അതായത് ഈ ചില റിക്വയർമെൻറ്റ്സിന് വേണ്ടിയും ചില കണ്ടീഷൻസിന് വേണ്ടിയും നമ്മൾ ചിലപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റും. അപ്പം അതാണ് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അതായത് അങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് അങ്ങനെ ടു ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ആണ് മോർഫോളജിക്കൽ അല്ലെങ്കിൽ ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൊണോളജിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ അതായത് നമുക്ക് ചില റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫൊണീംസിൽ അല്ലെങ്കിൽ മോർഫിയംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വേരിയേഷൻസ് ഒക്കെ നമ്മൾ വരുത്തും. ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ സ് സൗണ്ട് ലാസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇസഡ് ആണോ അതോ എസ് എന്ന് തന്നെ ഇട്ടാൽ മതിയോ, അല്ലെങ്കിൽ ഇസഡ് എന്നാണോ എഴുതേണ്ടതെന്നൊക്കെയുള്ള ഇത്. അപ്പോൾ ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഒരു ലാംഗ്വേജിൻ്റെ സൗണ്ട് പാറ്റേൺസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, അതാണ് ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സൗണ്ടുകൾ തമ്മിൽ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത്, അതിൻ്റെ എൻഡിങ് എങ്ങനെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സൗണ്ടിൻ്റെ കാര്യം, ഇസഡ് വരുന്ന എപ്പോഴാണ്, സൗണ്ടൊക്കെ വരുന്ന എപ്പോഴാണെന്നുള്ളത്. ഇനി മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വേർഡിനെ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ, അതായത് ഇഫ് എ വേർഡ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ഇറ്റ്സ് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ കാറ്റഗറി, അതാണ് മോർഫോളജിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതായത് ചില വാക്കുകൾക്ക് നമ്മൾ പാസ്റ്റ് എഴുതിയാലും പ്ലൂറൽ എഴുതുമ്പോൾ ചിലപ്പം നല്ല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. അവസാനം ആ വാക്കിൻ്റെ എൻഡിങ്ങിലാണ് നമ്മൾ ചേഞ്ചസ് വരുന്നത് അല്ലേ. ചില സമയത്ത് നമ്മൾ ടി എഴുതും, ചില സമയത്ത് നമ്മൾ ഇ എന്നുള്ള അല്ലെങ്കിൽ ഡി എന്നുള്ള വാക്ക് ചേർക്കും. അതാണ് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗോ എന്നുള്ള വാക്കിനെ നമ്മൾ പാസ്റ്റ് എഴുതുമ്പോൾ വെൻ്റ് എന്നേ വരത്തുള്ളൂ. സിങ് എന്നാണെങ്കിൽ നമ്മൾ പക്ഷേ സാങ് എന്നാണ് എഴുതുന്നത്. കണ്ടോ ആ വ്യത്യാസം കണ്ടോ. ചിലയിടത്ത് നമ്മൾ കറക്റ്റ് പാസ്റ്റ് എഴുതുക, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ടി അല്ലെങ്കിൽ ഡി അല്ലെങ്കിൽ ഇ ഡി. അപ്പോൾ അതിനെയാണ് നമ്മൾ മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. സൗണ്ടുകളിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ ഫൊണോളജിക്കൽ കണ്ടീഷനിങ് എന്നും. മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ വേർഡിന് ഗ്രാമർ സ്ട്രക്ചറിനനുസരിച്ച് അല്ലെങ്കിൽ കാറ്റഗറി അനുസരിച്ച് നമ്മൾ മാറ്റം വരുത്തുന്നതിനെയാണ്, കണ്ടീഷൻ ചെയ്യുന്നതിനെയാണ് മോർഫോളജിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ മോർഫോളജിക്കൽ കണ്ടീഷനിങ്ങിനെ നമ്മൾ ലെക്സിക്കൽ കണ്ടീഷനിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. അടുത്തത് സിലബൽ എന്നുള്ളതാണ്. അപ്പം സിലബൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൊണീംസിനെയാണ് നമ്മൾ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഫൊണീംസ് നമ്മൾ കമ്പൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് ഒരു ഹയർ യൂണിറ്റ് സിസ്റ്റമായിട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ സിലബൽ എന്ന് പറയുന്നത്. അപ്പം സിലബൽ എന്ന് പറയുമ്പം ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒൺ ഓർ മോർ ഫൊണീംസ് ഉള്ളതാണ് സിലബൽ എന്ന് പറയുന്നത്. സിലബലിനെയാണ് നമ്മൾ മിനിമം യൂണിറ്റ് ഓഫ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാൽക്കുലേഷൻ എന്നുള്ള വാക്ക് അത് 4 സിലബിൾസ് ആണുള്ളത്. കാൽക്കുലേഷൻ. അപ്പോൾ 4 സിലബിൾസ് ആണ് ഉള്ളത്. അതായത് ലങ്സിൽ നിന്ന് നമ്മൾ 4 എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻ എന്നുള്ള വാക്ക് പറയുന്നത്. അപ്പം മിനിമം റിഥമിക് യൂണിറ്റ് ഓഫ് എ സ്പോക്കൺ ലാംഗ്വേജ് ആണ് സിലബൽ എന്ന് പറയുന്നത്. അപ്പോൾ സിലബലിലുള്ള
സെൻട്രൽ പാർട്ടിനെയാണ് നമ്മൾ, അതായത് സിലബലിലുള്ള വൗവൽ പാർട്ടിനെയാണ് നമ്മൾ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെൻട്രൽ എലിമെൻ്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്തുള്ള കോൺസണൻസിനെ നമ്മൾ ഓപ്ഷണൽ എലിമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ഒരു സിലബലിൻ്റെ തുടക്കത്തിൽ ഒരു കോൺസണൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലീസിങ് കോൺസണൻ്റ് അല്ലെങ്കിൽ ഓൺസെറ്റ് എന്ന് വിളിക്കുന്നു. ഒരു കോൺസണൻ്റ് എൻഡ് ചെയ്യുന്നത് ആൻഡ് ദ കോൺസണൻ്റ് ദാറ്റ് എൻഡ്സ് എ സിലബൽ, അതൊരു സിലബലിൻ്റെ അവസാനം ഒരു കോൺസണൻ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അറസ്റ്റിംഗ് കോൺസണൻ്റ് അല്ലെങ്കിൽ കോഡ എന്നാണ് വിളിക്കുന്നത്. ഇനി ഒരു സിലബിക് വേർഡിനെയാണ് നമ്മൾ മോണോസിലബിക് വേർഡ് എന്ന് പറയുന്നത്. 2 സിലബിക് വേർഡ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡൈസിലബിക് എന്നും, 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ വരുന്നതിനെ 3 സിലബിൾസ് ആണെങ്കിൽ ട്രൈസിലബിക്, 3-ൽ കൂടുതലുള്ളതിനെ നമ്മൾ പോളിസിലബിക് വേർഡ് എന്ന് പറയുന്നു. അപ്പോൾ ഈ മോണോസിലബിക്കിനും ഡൈസിലബിക്കിനും ട്രൈസിലബിക്കിനും പോളിസിലബിക്കിനും എക്സാമ്പിൾസ് സ്വയം ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഒരു വേർഡ് തന്നിട്ട് നമ്മൾ അതിനെ സിലബിലാക്കി എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതും, നമ്മൾ ഹൈഫൺ നടുക്കിട്ടിട്ട് വേണം ഡിവൈഡ് ചെയ്ത് എഴുതാൻ. മിനിസ്റ്റർ എന്നുള്ള വാക്ക് നമ്മൾ എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്? മീ, നീ, സ്റ്റർ, അതായത് MI-NI-STER. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഫൊണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്തിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം 3 ആണെങ്കിൽ ട്രൈസിലബിക്ക്, 3-ൽ കൂടുതലാണെങ്കിൽ പോളിസിലബിക്ക്. പോളിസിലബിക് വേർഡ്സിന് എപ്പോഴും എക്സാമ്പിൾസ് കാണാതെ പഠിച്ച് വെച്ചേക്കുക. എക്സാമിനേഷൻ, റിലേഷൻഷിപ്പ്, ഇതൊക്കെ പോളിസിലബിക് വേർഡ്സ് ആണ്. ഇനി ഒരു സിലബിൽ വൗവലാണ് തീരുന്നതെങ്കിൽ അതിനെ ഓപ്പൺ സിലബിക് വേർഡ് എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു സിലബിൽ കൺസണന്റിലാണ് തീരുന്നതെങ്കിൽ അതിനെ ക്ലോസ്ഡ് സിലബിൾ എന്ന് വിളിക്കുന്നു. ഇനി സിലബിക് കോൺസണൻസ് എന്ന് വെച്ചാൽ എന്താണ്? സിലബിക് കോൺസണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോയിസ്ഡ് കോൺസണന്റ് വരുവാണ് ആൻഡ് അതിനകത്ത് ഒരു വൗവൽ വരുന്നില്ല, അതായത് അതിൻ്റെ കൂടെ വേറെ വൗവൽസ് ഒന്നും വരുന്നില്ല. അതാണ് സിലബിക് കോൺസണന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഫുൾ കോൺസണൻസ് മാത്രമേ കാണത്തുള്ളൂ, വൗവൽസ് അതിനകത്ത് കാണുകയില്ല. വൗവൽസ് ആണ് സാധാരണ ഈ വേർഡ്സ് ഒക്കെ നമ്മൾ പറയുമ്പോൾ ന്യൂക്ലിയസ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെ, ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷേ സിലബിക് കോൺസണൻസിനകത്ത് ആര് കാണത്തില്ല? വൗവൽസ് കാണത്തില്ല. പിന്നെ നെക്സ്റ്റ് വൺ സിലബിക് സ്ട്രക്ചറാണ്. ന്യൂക്ലിയസ് ഓഫ് എ സിലബിളാണ് വൗവൽ എന്ന് പറയുന്നത്. ആ വൗവലിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത്? വി എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് എഴുതുന്നത്. കോൺസണൻസിനെ നമ്മൾ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നത്, സിമ്പിളൈസ് ചെയ്യുന്നത്? സി എന്ന് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ക്യാറ്റ് എന്നുള്ള വാക്ക്, ഇപ്പോൾ CAT, ഇപ്പോൾ സി എന്നുള്ളത് അല്ലെങ്കിൽ ക് എന്നുള്ളത് എന്താണ്? കോൺസണൻ്റ് ആണ്. അപ്പം സി വരും. എ എന്നുള്ളത് ആസ് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? വി വരും, വൗവൽ വരും. ലാസ്റ്റിൻ്റെ ട് സൗണ്ട് എന്ന് പറയുന്നത് സി വരും. അപ്പോൾ എങ്ങനെ എഴുതുന്നത്? CVC. ക്യാറ്റ് എന്നുള്ള വാക്കിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? സിമ്പിൾ വെച്ചിട്ട് CVC എന്നാണ് എഴുതുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് കോൺസണന്റ് ക്ലസ്റ്റർ എന്താണെന്ന്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് കോൺസണൻസ് ഒരു സിലബലിൻ്റെ എൻഡിങ്ങിൽ അല്ലെങ്കിൽ ബിഗിനിങ്ങിൽ ഒരുമിച്ച് കിടക്കുകയാണെങ്കിൽ അതിനെ കോൺസണന്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നു. അതായത് ഒരു വാക്ക് ടെക്സ്റ്റ് എന്നുള്ള വാക്ക്, ടെക്സ്റ്റ് എന്നുള്ള വാക്കിനകത്ത് അവസാനം കിടക്കുന്നത് 3 കോൺസണൻസ് ആണ്, എക്സും ടിയും എസും. അതിനെ കോൺസണന്റ് ക്ലസ്റ്റർ എന്ന് വിളിക്കുന്നു. ആ എക്സിനെയും ടി എസിനെയും നമ്മൾ കോൺസണന്റ് ക്ലസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. ഗ്രൂപ്പ് ഓഫ് കോൺസണൻസ്. ഇനി അടുത്തതെന്ന് പറയുന്നത് അബറ്റിംഗ് കോൺസണൻസ് എന്താണ്? അബറ്റിംഗ് കോൺസണൻസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ റിമെമ്പർ എന്നുള്ള വാക്ക്, അതിനകത്ത് മ എന്നും ബ എന്നും ഒക്കെയുള്ള വേർഡ്സുകൾ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും എന്താണ്? കോൺസണന്റ് ക്ലസ്റ്റർ ആണെന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല, കാരണം അതിൻ്റെ ഇടയ്ക്ക് കുറേ വൗവൽസ് ഒക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ സച്ച് സീക്വൻസ് ഓഫ് കോൺസണൻസ് ദാറ്റ് ഡു നോട്ട് ഫോം എ കോൺസണന്റ് ക്ലസ്റ്റർ, അതിനെയാണ് നമ്മൾ അബറ്റിംഗ് കോൺസണൻസ് എന്ന് വിളിക്കുന്നത്. സിലബൽ ഡിവിഷനെ നമ്മൾ ഹൈഫൺ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഒരു സിലബൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാദർ എന്നുള്ള വാക്ക് FA-THER, അങ്ങനെയാണ് നമ്മൾ സിലബൽ ഡിവിഷൻ നടത്തുന്നത്. അപ്പം അബറ്റിംഗ് കോൺസണന്റ് ക്ലസ്റ്റർ എന്ന് വെച്ചാൽ ഒരുമിച്ച് കോൺസണൻസ് എല്ലാം കൂടി ഒരുമിച്ച് കിടക്കുന്നു. അബറ്റിംഗ് കോൺസണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് കോൺസണൻസ് കാണും, പക്ഷെ അത് അവർ ഒരുമിച്ചായിരിക്കത്തില്ല കിടക്കുന്നത്, അതിൻ്റെ ഇടയിൽ കുറച്ച് വൗവൽസ് ഒക്കെ കാണും. അതാണ് അബറ്റിംഗ് കോൺസണൻസ് എന്ന് പറയുന്നത്. പിന്നെ സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ്. സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ വൗവൽസിനെയും കോൺസണൻസിനെയും നമ്മൾ പ്രൈമറി ഫോണീംസ് അല്ലെങ്കിൽ സെഗ്മെന്റൽ ഫോണീംസ് എന്നാണ് വിളിക്കുന്നത്. ഈ സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഈ സ്ട്രെസ്, പിച്ച്, ഇൻറ്റോനേഷൻ, റിഥം, ജങ്ക്ടർ, ഇതിനെയാണ് നമ്മൾ സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സെക്കൻഡറി ഫീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ആണ് അടുത്തത്. സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇംഗ്ലീഷിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറാണ് വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. വേർഡ്സിനെ സിലബിൾസ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇപ്പോൾ ഒരു വേർഡിന് മോർ ദാൻ 1 സിലബിൾ ഉണ്ടെങ്കിൽ എല്ലാ സിലബിൾസിനും ഈക്വലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കത്തില്ല നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലേ? ചില സിലബിൾസിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, ചിലതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ ബിഗിൻ എന്നുള്ള വാക്ക്, അത് 2 സിലബിൾസ് ആണുള്ളത്, ബിയും ഗിന്നും. അപ്പോൾ സിലബിൾ ഗിന്നാണ് നമ്മൾ കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അവിടെയാണ് സ്ട്രെസ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സ്ട്രെസ് ഇൻ ഇംഗ്ലീഷ് വേർഡ്സ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഒരു പെർട്ടിക്കുലർ സിലബിളിൽ മാത്രം
മാത്രമായിരിക്കും സ്ട്രെസ് ഉണ്ടായിരിക്കുന്നത്. ആ സിലബിൽ സ്ട്രെസ് വീഴുന്ന ആ സിലബിലിൻ്റെ ഭാഗത്തിനെയാണ് നമ്മൾ ടോണിക് സിലബിൾ എന്ന് വിളിക്കുന്നത്. യൂഷ്വലി സ്ട്രെസ് ഒരു കൈൻഡ് ഓഫ് അപ്പോസ്ട്രഫി പോലുള്ള ഒരു ഇൻവേർട്ടഡ് കോമ പോലെ അല്ലെങ്കിൽ ഒരു അപ്പോസ്ട്രഫി പോലെ ഒരു മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെസ്സിനെ മാർക്ക് ചെയ്യുന്നത്. പിന്നെ അതാണ് വേർഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. വേർഡ് സ്ട്രെസ്സിന് കുറച്ച് റൂൾസ് ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തേന്ന് വെച്ചാൽ സെൻറ്റൻസ് സ്ട്രെസ് ആണ്. അപ്പോൾ സെൻറ്റൻസ് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ചില വേർഡ്സിൽ നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വേർഡ്സിനെ സ്ട്രെസ് ചെയ്യും, ചില വേർഡ്സിനെ സ്ട്രെസ് ചെയ്യാതെ നമ്മൾ പറഞ്ഞു കളയും. അതായത് ഈ ഇൻഫർമേഷനുള്ള വാക്കുകൾ മാത്രമായിരിക്കും നമ്മൾ സ്ട്രെസ് ചെയ്യുന്നത്. അതായത് ഈസ്, വാസ്, ഹാസ്, ഹാവ് അങ്ങനെയുള്ള വാക്കുകളെ നമ്മൾ വലുതായിട്ട് കൂടുതലൊന്നും സ്ട്രെസ് ചെയ്യാൻ പോകുകയില്ല. ഈ നൗണ്, വെർബ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്, ക്വസ്റ്റ്യൻ വേർഡ്സ് ഇതൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്യും. ഗ്രാമാറ്റിക്കൽ വേർഡ്സ് ആയിട്ടുള്ള പ്രോനൗൺസ്, പ്രിപ്പോസിഷൻസ് ഇതിനെയൊന്നും നമ്മൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കാതായിരിക്കും നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഹി ടുക്ക് ദ ഡോഗ് ഫോർ എ വാക്ക് ഇൻ ദി പാർക്ക്. ഇതിനകത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാക്കുകൾ ഇതൊക്കെയായിരിക്കും. ഹി ടുക്ക് ദ ഡോഗ്, ടുക്ക് ദി ഡോഗ്, ഡോഗ് എന്നുള്ളതായിരിക്കും നമ്മൾ പിന്നെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ഫോർ എ വാക്ക് ഇൻ ദി പാർക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. അതാണ് സെൻറ്റൻസ് സ്ട്രെസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് അടുത്ത വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീക്ക് ഫോമും സ്ട്രോങ് ഫോമും എന്താണെന്നുള്ളത്. ഈ കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ക്യാരി ചെയ്യുന്ന വേർഡ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ സ്ട്രോങ് ഫോം എന്ന് പറയുന്നത്. ഈ ആർട്ടിക്കിൾസ്, ഓക്സിലറി വേർബ്സ്, പ്രോനൗൺസ് ഒക്കെ നമ്മുടെ വീക്ക് ഫോംസ് ആയിട്ടെന്നാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ഈ വീക്ക് ഫോമിലുള്ള വാക്കുകളൊന്നും നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയത്തില്ല. ഫോർ എക്സാമ്പിൾ, വേർഡ് ആൻഡ് എന്നുള്ള വാക്കിനെ നമ്മൾ ഒറ്റയ്ക്ക് പറയുവാണെങ്കിൽ നമ്മൾ ആൻഡ് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരു കണക്റ്റഡ് സെൻറ്റൻസിൽ, ഒരു വലിയ സെൻറ്റൻസിനകത്താക്കി പറയുമ്പോൾ നമ്മൾ സ്പീഡിൽ ആൻഡ് ഇങ്ങനെ പറഞ്ഞേ പോകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതുമ്പോൾ എന്താണ്, ഡി നമ്മൾ ചിലപ്പം എഴുതത്തില്ല. ഫോർ എക്സാമ്പിൾ, ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ബട്ടർ, ആൻഡ് ബട്ടർ എന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല. നമ്മൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ ബ്രെഡ് ആൻഡ് ബട്ടർ ഇങ്ങനെ പറയത്തുള്ളൂ, അല്ലേ? ഒറ്റയ്ക്ക് വാക്ക് പറയുന്നതും ആ സെൻറ്റൻസിലിട്ട് പറയുമ്പോഴും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന രീതിയിൽ വ്യത്യാസമാണ് ഉള്ളത്. അതായത് വീക്ക് ഫോം എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ബ്രെഡ് ആൻഡ് ബട്ടർ എന്നുള്ളതിനെ, അതിനകത്ത് നമ്മൾ ആ ആൻഡിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. നമ്മൾ ആൻ എന്ന് പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ എഴുതുമ്പോൾ, ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഒരു വാക്ക് ആൻഡ് എന്നുള്ള വാക്ക് ഒറ്റയ്ക്ക് കിടക്കുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഫുള്ളായിട്ടും ട്രാൻസ്ക്രൈബ് ചെയ്ത് എഴുതും, ഡി വരെ എഴുതും. പക്ഷേ അതിനൊരു വലിയ സെൻറ്റൻസിൽ കിടക്കുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെൻറ്റൻസിൻ്റെ ഇടയിൽ കിടക്കുവാണ് ആൻഡ് എന്നുള്ള വാക്ക് കിടക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ആൻ എന്ന് പറഞ്ഞങ്ങ് പോത്തേ ഉള്ളൂ. അപ്പോൾ ആ ലാസ്റ്റ് കിടക്കുന്ന ഡി നമ്മളവിടെ പ്രൊനൗൺസ് ചെയ്യത്തില്ല. അതാണ് വീക്ക് ഫോം എന്ന് പറയുന്നത്. ഇനി റിഥം എന്താണ്? റിഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രെസ്ഡ് സിലബിൾസ്, അതായത് സിലബിൾസ് ഒരു റെഗുലർ ഇൻ്റർവെല്ലായിരിക്കും ഒക്കർ ചെയ്യുന്നത്. അതാണ് നമ്മൾ റിഥം എന്ന് പറയുന്നത്. ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ചിലപ്പോൾ ചിലതിനെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയും, ചിലതിനെ സ്ട്രെസ് ചെയ്യാതെ പറയും. അതാണ് റിഥം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രെസ്ഡ് സിലബിളിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് കെയർഫുള്ളായിട്ട് പറയുന്നത്? ഓക്കെ. പിന്നെ ജങ്ക്ടർ എന്നുള്ളത്, ജങ്ക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു ചേഞ്ച് അല്ലെങ്കിൽ ട്രാൻസിഷൻ. ഒരു കാര്യം എങ്ങനെ മറ്റൊരു കാര്യത്തിലോട്ട് പോകുമ്പോൾ എങ്ങനെ ചേഞ്ച് ആകുന്നു, അതാണ് ജങ്ക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസിഷനെയാണ് നമ്മൾ ജങ്ക്ടർ എന്ന് പറയുന്നത്. അടുത്തത് അസിമിലേഷൻ. അസിമിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് എ സർട്ടൺ സൗണ്ട് ഈസ് റീപ്ലേസ്ഡ് ബൈ അനദർ സൗണ്ട് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ തേർഡ് സൗണ്ട്, അതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ എലീഷൻ എന്നുള്ള വാക്ക്, എലീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ അൺആക്സെൻറ്റഡ് ആയിട്ടുള്ള സിലബിൾസിനെ നമ്മൾ ഭയങ്കര റാപ്പിഡായിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താ പറയുക, ചില സൗണ്ടുകൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതായത് വീക്ക് ഫോംസ് നമ്മൾ യൂസ് ചെയ്ത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആൻഡ് എന്നുള്ള വാക്ക്, അതിനാണ് എലീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബെഡ് ടൈം, അപ്പോൾ അതിനെ നമ്മൾ ബെഡ്, നമ്മൾ ഇന്ത്യൻസ് പറയുമ്പോൾ ഡ് എന്നുള്ള സൗണ്ടിനെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. പക്ഷേ നമ്മൾ ഫോണറ്റിക്കലി ട്രാൻസ്ക്രൈബ് ചെയ്തെഴുതുമ്പോൾ ഡ് പറയണ്ട, നമ്മൾ ബെഡ് ടൈം ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ടൈമിനകത്ത് നമ്മൾ എസ് വരെ പറഞ്ഞാൽ മതി. ലാസ്റ്റിനകത്തുള്ള ഒരുമിച്ച് പറയുമ്പോൾ, ലാസ്റ്റ് എന്ന് പറയുമ്പം ഇൻഡിവിജ്വലായിട്ട് പറയണം. ലാസ്റ്റ് ടൈം എന്ന് ഒരുമിച്ച് കിടക്കുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം എന്നങ്ങ് പറഞ്ഞാൽ മതി, അതായത് ലാസ്റ്റ് ടൈം എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ലാസ്റ്റിൻ്റെ ടി അങ്ങ് നമുക്ക് കളയാം. അതാണ് എലീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. വരുന്നത് ഇൻറ്റൊനേഷൻ ആണ്. ഇൻറ്റൊനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിൻ്റെ പിച്ച് ഉണ്ടല്ലോ, അത് ഫോൾ ആവുകയും റൈസ് ആവുകയും ചെയ്യുന്നതിനെയാണ് ഇൻറ്റൊനേഷൻ എന്ന് പറയുന്നത്. പിച്ച് എന്ന് വെച്ചാൽ വൈബ്രേഷൻ്റെ ആ ഒരു ഫ്രീക്വൻസി, നമ്മുടെ വോക്കൽ കോഡ്സ് വൈബ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു ടൈം ഇൻ്റർവൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയാണ് പിച്ച് എന്ന് പറയുന്നത്. ഫോളിംഗ് ടോൺ എന്ന് വെച്ചാൽ എന്താ, പിച്ച് ഓഫ് നമ്മുടെ വോയിസ് ഹൈ ടു ലോ ലെവലിലോട്ട് പോകുന്നതിനെയാണ് ഫോളിംഗ് ടോൺ എന്ന് പറയുന്നത്. നമ്മുടെ വോയിസിൻ്റെ പിച്ച് ലോ ടു ഹൈയിലോട്ട് പോകുന്നതിനെയാണ് റൈസിങ് ഇൻറ്റൊനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ
അപ്പോൾ റൈസിങ്ങും ഫോളിങ് ഇൻറ്റൊനേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇൻറ്റൊനേഷൻ വരെ നമ്മൾ നോക്കേണ്ടി വരും. സുപ്രാ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് പഠിക്കുമ്പോൾ റിഥം, ജങ്ക്ടർ എന്താണ്, അസിമുലേഷൻ എന്താണ്, എലീഷൻ എന്താണ്, ലാസ്റ്റ് ഇപ്പം നമ്മൾ വന്ന ടോൺ എന്താണ്, വീക്ക് ഫോം എന്താണ്, സ്ട്രോങ് ഫോം എന്താണ്, സ്ട്രെസ് എന്താണ്, പിന്നെ ഇപ്പം നമ്മൾ നോക്കിയ റൈസിങ് ആൻഡ് ഫോളിങ് ഇൻറ്റൊനേഷൻ വരെ വേണം സുപ്രാ സെഗ്മെൻ്റൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ എഴുതാൻ.